ഈ യാത്രാവിവരണ ഗ്രന്ഥങ്ങളിൽ ആദ്യം ഞാൻ എഴുതിയത് കാശി ചതുർധാമ ഹിമാലയ യാത്ര എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് 33 ദിവസം കാശി മുതൽ ഹിമാലയം വരെയുള്ള ഒരു നീണ്ട യാത്രയെക്കുറിച്ചാണ് എഴുതിയത്. 4 ധാമങ്ങളും യമുനോത്രി, ഗംഗോത്രി, ഗോമുഖ്, ബദരിനാഥ്, കേദാർനാഥ് എല്ലാം തീർത്തിട്ടുള്ള ഒരു വലിയ യാത്രയായിരുന്നു അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എൻ്റെ യാത്രാവിവരണ ഗ്രന്ഥം വന്നത് അമർനാഥ് യാത്രയെക്കുറിച്ചുള്ള അമരപഥത്തിൽ എന്നുള്ള പുസ്തകമാണ്. അത് കൊല്ലത്തിൽ ഒരു 40-45 ദിവസത്തോളം മാത്രമേ ആ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് അവസാനമായിട്ട് വന്ന യാത്രാവിവരണമാണ് കൈലാസ പരിക്രമണം. അത് 2 പ്രാവശ്യം ഞാൻ കൈലാസ യാത്ര ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം പോയ സമയത്ത് അങ്ങനെ മഞ്ഞ് വീഴ്ച കാരണം ചൈന ഗവൺമെൻറ് മുന്നോട്ട് വിടാതെ എല്ലാവരും തടഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ മാനസരസിൻ്റെ തീരത്ത് ഒരു 4-5 ദിവസം താമസിച്ചിട്ട് ഞങ്ങൾ പ്രദക്ഷിണം ചെയ്യാനോ അവിടുന്ന് മുന്നോട്ട് പോകാനോ കഴിയാതെ തിരിച്ചു പോന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയിട്ട് ആ യാത്ര പൂർത്തിയാക്കി. അപ്പോൾ ആ 2 യാത്രകളുടെയും അനുഭവങ്ങളാണ് ഈ കൈലാസ പരിക്രമണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പല പുണ്യസ്ഥലങ്ങളും നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എങ്കിലും വത്സല ചേച്ചിയുടെ പുസ്തകങ്ങളിലെ യാത്രാ വിവരണങ്ങളിലൂടെ ആ പ്രദേശങ്ങൾ സന്ദർശിച്ച ചാരിതാർത്ഥ്യം തന്നെയാണ് പലർക്കും. ഞാൻ വത്സല മോഹനെ പരിചയമായിട്ട് ഒരു 11 കൊല്ലം കഴിഞ്ഞു. ഈ വയസ്സായിട്ടും എനിക്ക് ആ കുട്ടിയിൽ നിന്ന് അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടി എഴുതിയ പുസ്തകങ്ങളും കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ യാത്ര എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പോയിട്ട് വിദേശത്തും ഉള്ളത് ഇനിയിപ്പോൾ ഒന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് ആ പുസ്തകങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ എന്താ അനുഭവം വെച്ചാൽ എനിക്കിനി പോകേണ്ട ആവശ്യമില്ല. വയസ്സായിട്ട് സാധിക്കില്ല, പക്ഷെ പോകേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് കൂടെ പോയിട്ട് ദർശനം നടത്തിയിട്ടും അവിടുത്തെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ട് എനിക്കും ചരിത്രം വളരെ ഇഷ്ടമുള്ള ആളാണ്. അതിൻ്റെ അറിവ് കൂട്ടാൻ സഹായിച്ച വത്സലയോട് എനിക്ക് എത്ര സ്നേഹമാണെന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അറിവിൻ്റെയും അനുഭൂതികളുടെയും കവിതകൾ തന്നെയാണ് വത്സല ചേച്ചിയെ സംബന്ധിച്ച് ഓരോ യാത്രയും. യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, ആർക്കിയോളജി വകുപ്പിന്റെ കീഴിലുള്ള ഹെറിറ്റേജ് സൈറ്റുകൾ എന്നിവ എത്ര കണ്ടാലും പൂർണ്ണമാവുകയില്ല എന്നതാണ് വത്സല ചേച്ചിയുടെ കണ്ടെത്തൽ. യാത്രകൾ ഇഷ്ടമാണ്. പിന്നെ തീർത്ഥയാത്രകൾ ആവുമ്പോൾ നമുക്ക് കുറേം കൂടി മനസ്സിനൊരു സുഖമുണ്ട്. പിന്നെ അതല്ലാതെ നമ്മളെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ നമ്മളുടെ സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഴയ സംസ്കൃതിയെക്കുറിച്ച്, നമ്മുടെ പഴയ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലുള്ള എല്ലാ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും ഞാൻ സന്ദർശിച്ച് കഴിഞ്ഞു. വത്സല ചേച്ചിയുടെ ഗ്രന്ഥങ്ങൾക്കൊപ്പം തന്നെ അവരുടെ സാന്നിധ്യത്തിലും ആശ്വാസം കണ്ടെത്തുന്ന പലരുമുണ്ട്. അവർക്കെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പ്രചോദനമേകുന്നത് വത്സല ചേച്ചിയുടെ യാത്രകളാണ്. വത്സലയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഭർത്താവും കൂടി നടക്കാൻ പോകുന്ന സമയത്ത് പരിചയമില്ലാത്തൊരു മുഖം, മുടി ബോബ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ്, ഒരു ദിവസം കയറി അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആളൊട്ടനെ തിരിച്ചിങ്ങോട്ടും പറഞ്ഞു. അതൊരു പരിചയമായിട്ട് വളർന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിക്കുകയുണ്ടായത്. ആ കുട്ടി ആ സമയത്ത് എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾ, ആ കുട്ടിയുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ സഹായമായിരുന്നത്. അതൊരു വലിയ ഗാഠമായൊരു ബന്ധമായിട്ട് വളർന്നു. പിന്നെ വത്സല പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. എഴുതുന്നത് ഓരോന്നും പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപായിട്ട് എനിക്കൊരു ചെറിയ ഒരു ലഘു വിവരണം തന്ന ശേഷമേ അത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കാറുള്ളൂ. ഓരോ പുസ്തകവും എന്നെ കൊണ്ടുവന്ന് കാണിക്കും. അത് ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ആ കുട്ടി വളരെയധികം ആദരവോട് കൂടിയിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട്. അത് വായിച്ച് സത്യസന്ധമായിട്ട് പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ തന്നെ ഞാൻ ആ കുട്ടിക്ക് അതിനുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം കാശി ചതുർധാമ യാത്ര. ആ പുസ്തകം അതിൻ്റെ ലളിതമായിട്ടുള്ള അതിൻ്റെ ആ അവതരണം ഞാനത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്തൊരു പുസ്തകത്തിന് ഇതൊരു പ്രചോദനമാവണം എന്നും ഞാൻ വത്സലയോട് അപ്പം തന്നെ പറഞ്ഞു. പിന്നെ നീണ്ട യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞാൽ അടുത്ത യാത്രയിലേക്ക് കിടക്കും. അപ്പോൾ അതും എഴുതാൻ പറ്റുമല്ലോ. രണ്ടാമത് പോയത് അമർനാഥ് യാത്രയാണ്. ആ പുസ്തകം
നല്ലതായിരുന്നു. പക്ഷേ കാശി ചതുർധാമ യാത്രയാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രസീവായിട്ട് തോന്നിയത്. പിന്നെ കൈലാസം, വളരെ മൈന്യൂട്ടായിട്ട് കൈലാസത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, പിന്നെ അതിൻ്റെ CD എടുത്തിട്ട് സ്വന്തം വകയായിട്ട് എനിക്ക് കൊണ്ടുതന്നിട്ടുണ്ട്. അതിൽ മൈന്യൂട്ടായിട്ടുള്ള പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളത്തുള്ളികൾ വീഴുന്നത് വരെ വത്സല വൃത്തിയായിട്ട് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊക്കെ എനിക്ക് വലുതായി തോന്നുന്നത് വത്സലയിൽ നിന്ന് എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്താണെന്നാണ്. ഞാൻ ഒരു ഉള്ളോട്ട് വലിഞ്ഞൊരു ജീവിതമായിട്ട് കുറച്ചു കാലമായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് വത്സലയുടെ ഈ യാത്രകൾ അതിങ്ങനെ പറഞ്ഞ് അതെനിക്കൊരു പ്രചോദനമായിട്ട് മാറി. ഒരു അഭിമുഖത്തിൽ വത്സല പറഞ്ഞു, വത്സലയോട് ആരോ ചോദിച്ചു, എന്താണ് പ്രചോദനം ഈ യാത്രയ്ക്ക്? വത്സല പറഞ്ഞു, പ്രചോദനമൊന്നുമില്ല, പോണം തോന്നിപ്പോയി. പക്ഷെ അത് ശരിയല്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ചിലർക്ക് ചിലത് പ്രചോദനമാവും. വത്സലയുടെ യാത്രകൾ എനിക്ക് പ്രചോദനമായിരുന്നു, അന്നും ഇന്നും എന്നും. നിരന്തരമായ യാത്രകളിൽ മറക്കാനാകാത്ത അനുഭവങ്ങൾ ഏറെയുണ്ട് ഇവർക്ക്. പലതും നൊമ്പരപ്പെടുത്തുന്നവ തന്നെ. നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്താണ് പലപ്പോഴും പലരുടെയും ജീവിതങ്ങൾ. അവരിൽ ചിരിക്കാൻ മറന്നുപോയവർ പോലുമുണ്ട് എന്ന് വേദനയോടെ വത്സല ചേച്ചി പറയുകയാണ്. അതുപോലെ വാഗാ ബോർഡറിലൊക്കെ പോകുമ്പോൾ ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ വരുന്നുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരെല്ലാം എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. ഒരു തരത്തിലുള്ള വിഷമതകളും നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് പല യാത്രകൾ ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ കിലോമീറ്റർ നടന്നാലാണ് ഒരു ചെറിയ വീടോ ഒരു കടയോ കാണുന്നത്. ഇപ്പോഴും അവരവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ലാതെ ജീവിക്കുകയാണ്. 6 മണി 7 മണി ആകുമ്പോഴൊക്കെ അവരുടെ ദിവസം തീർന്നു അവിടെ. അപ്പം നമ്മൾ അറിയാത്ത ഒരുപാട് ജനത ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്ത് എളുപ്പമായിട്ട് എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത്. കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് വേറൊരു കാര്യം എടുത്ത് പറയണത്, നമ്മൾ ഡാൽ ലേക്കാണ് കാശ്മീരിൻ്റെ ഹൃദയത്തിൽ അവർ സൂക്ഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിപ്പോൾ ഈ പല പ്രശ്നങ്ങൾ കാരണം കാശ്മീരിലെ ടൂറിസം കുറച്ച് മോശത്തിലാണ്. അത് അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇന്ന കാര്യങ്ങൾ കൊണ്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ടൂറിസ്റ്റുകൾ പണ്ടത്തെ പോലെ വരുന്നില്ല, പ്രത്യേകിച്ചും വിദേശ ടൂറിസ്റ്റുകൾ. അപ്പോൾ ഈ ഡാൽ ലേക്കിൽ 100 കണക്കിന് ഹൗസ് ബോട്ടുകളുണ്ട്. പണ്ട് ഒരൊറ്റ ദിവസം പോലും ആ ഹൗസ് ബോട്ട് വേക്കൻ്റ് ആയിരുന്നില്ല. എന്നും സന്ദർശകരും, അതും കൂടുതലും വിദേശീയരായ സന്ദർശകരായതുകൊണ്ട് അവർക്ക് നല്ല പോലെ ബക്ഷിഷ് അഥവാ ടിപ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ അതൊക്കെ നശിച്ച് ചിലതെല്ലാം പൊളിച്ചു കൊണ്ടുപോയി വേറെ പലതും പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ചെയ്യുക. പിന്നെ അതിലും ജോലി ചെയ്തിരുന്നവർക്ക് ആർക്കും വരുമാനമില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചിരിക്കാൻ മറന്നുപോയ ആളുകളാണ് അവിടെയുള്ള ഹൗസ് ബോട്ടിലൊക്കെ പണിയെടുക്കുന്നവരൊക്കെ. യോഗ, മെഡിറ്റേഷൻ എന്നീ തയ്യാറെടുപ്പുകൾ പലരും യാത്രയ്ക്ക് മുൻപ് നടത്തുന്നുവെങ്കിലും വത്സല ചേച്ചി ഇക്കൂട്ടരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സ്വച്ഛമായ മനസ്സാന്നിധ്യം ഏത് യാത്രയും സുഗമമാക്കും എന്നാണ് അവരുടെ വിശ്വാസം.